എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ. ഞാനൊരു വീഡിയോ ഉണ്ട്, അതിൽ കറക്റ്റ് പറയുന്നുണ്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം. നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഫോളോവേഴ്സിൽ നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, കസിൻസ് ഇവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ അൺഫോളോ ചെയ്യുക. അൺഫോളോ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നി ശരിയാണല്ലോ. ഞാനൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ മേ ബി ആ ഫോട്ടോക്ക് ഒന്നോ രണ്ടോ വിരലിൽ ഉണ്ടാവുന്ന ലൈക്സ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. പക്ഷെ ആ ഫോട്ടോ ഞാൻ സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വ്യൂസ് വളരെ കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഫാമിലി, കസിൻസ്, ഫ്രണ്ട്സ് അവർ തന്നെ മതി എനിക്കൊരു ലൈക്സ് ചെയ്താൽ എൻ്റെ ഫോട്ടോ സപ്പോർട്ട് ചെയ്യാം. പക്ഷേ മേ ബി അവരത് ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. അവർ മേ ബി നമ്മളെ ഫോട്ടോ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ വീഡിയോസ് കാണുമ്പോൾ ജസ്റ്റ് അവർ കാണും, അവരത് സ്ക്രോൾ ചെയ്ത് വിടും, അത്രേ അവർ ചെയ്യുന്നുള്ളൂ. മറിച്ച് നമുക്ക് തരുന്ന ലൈക്സും ഫോളോവേഴ്സും സ്ട്രേഞ്ചേഴ്സാണ്. അവരാരാന്ന് പോലും നമുക്കറിയില്ല. അവർക്കാണ് നമ്മളോട് താല്പര്യമുള്ളത്. ഈ കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്താൽ തന്നെ എൻ്റെ ഫോളോവേഴ്സ് കുറഞ്ഞോട്ടെ എന്നാലും വേണ്ടിയില്ല, എൻ്റെ ഫാമിലി, ഫ്രണ്ട്സ്, കസിൻസ് ഇവരൊക്കെ ഞാൻ അൺഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് റീച്ച് കൂടും, ഫോളോവേഴ്സ് കൂടും, ലൈക്സ് കൂടും, മേ ബി കൂടാം. ഇവരുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാണാതെ ഇവർ സ്ക്രോൾ ചെയ്ത് വിടുമ്പോൾ ഇൻസ്റ്റഗ്രാം വിചാരിക്കുന്നത് ഈ വീഡിയോ കൊള്ളില്ല, ഈ വീഡിയോ നല്ലതല്ല എന്ന് വിചാരിച്ച് അത് ഡസ്റ്റ്ബിന്നിലേക്ക് റിമൂവ് ആയി പോവാണ്. വൺ ഡേ മേ ബി നമ്മളിടുന്ന അക്കൗണ്ടും നമ്മളിടുന്ന വീഡിയോസും റീച്ച് വരാനും എല്ലാത്തിനും സാധ്യത വളരെ കൂടുതലാണ്. ആ ഒരു ഡേക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം.